ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പുതിയൊരു മൈനിങ് ബോട്ടിനെ പറ്റിയാണ്. അതായത് ഏതൻ ബോട്ട്. അതായത് ഈ ബോട്ട് എന്ന് പറയുന്നത് ഏകദേശം ട്രോണിക്സ് പോലെയൊക്കെ തന്നെയാണ്. എന്നായിരുന്നു കുഴപ്പമില്ലാത്ത മറ്റേതുപോലെ ടാപ്പ് ചെയ്യുകയോ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യേണ്ട. അതായത് നമ്മൾ ടാപ്പ് സ്വാപ്പ് ആയാലും യെസ്കോയിൻ ആയാലും ടാപ്പ് ചെയ്യുകയോ സ്വാപ്പ് ചെയ്യാൻ പോകേണ്ട സ്വൈപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് വർക്കൗട്ട് ആകുന്നത്, അതായത് എങ്ങനെ മൈൻ ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ബോട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത ശേഷം പ്ലെയിനാக പഠിക്കുക. ഈ ബോട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ല താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ഈ ബോട്ട് റൺ ചെയ്താൽ മതി. അപ്പോൾ പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഇനി ഇടാൻ നേരത്തെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്കും കൂടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെലിഗ്രാം ചാനലും കൂടെ ഞാൻ ജോയിൻ ചെയ്ത് വെക്കുക. അപ്പം നമ്മുടെ ബോട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഈ സാധാരണ നമുക്ക് എപ്പോഴും ടാപ്പ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഇൻ്റർഫേസ്. നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സാധാരണ ഒരു കോയിൻ്റെ, അതായത് ഈതൻ കോയിൻ്റെ ഒരു ഇമേജാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നമുക്ക് മേളിൽ നോക്കി കാണാൻ പറ്റും നമ്മുടെ ഈതൻ കോയിൻസ് റൺ ചെയ്യുന്നത്. അപ്പോൾ തൊട്ട് താഴെ ഇവിടെ ടൈം കൊടുത്തിട്ടുണ്ട്. ഇനി 3 ഹവറും 8 മിനിറ്റ്സ് 43 സെക്കൻഡ്സ് എന്നാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മൈനിങ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ഫാമിംഗ് എന്നൊക്കെ പറയാം. അതായത് ബ്ലൂമിനകത്ത് സ്റ്റാർട്ട് ഫാമിംഗ് കൊടുക്കുന്നവർ തന്നെ സെയിം ആയിട്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ഇവിടെ ഫാമിംഗ് നടക്കുന്നതാണ്. അപ്പം തൊട്ട് താഴെയായിട്ട് ടാസ്ക് സെൻറ്റർ എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കിടപ്പുണ്ട്. അതായത് നമുക്ക് എല്ലാ മൈനിങ് ബോട്ടും ഉള്ളതുപോലെ തന്നെ ഇതിലും ഉണ്ട് ടാസ്ക്. അതായത് ഇതിനകത്ത് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഇതിനകത്ത് കുറേ കുറച്ച് പ്ലാറ്റ്ഫോംസ്, അതായത് സോഷ്യൽ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുമ്പോൾ ട്വിറ്റർ എക്സ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അങ്ങനെ കുറച്ച് ടെലിഗ്രാം, അങ്ങനെ കുറച്ച് ഇതിനകത്ത് അവരുടെ പേജും അക്കൗണ്ട്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഫോളോ ചെയ്യുക, ജോയിൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് സിമ്പിൾ ടാസ്ക്കാണ്. നമുക്കത് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് ചെയ്ത് വരുന്ന കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോകും. അതായത് തൊട്ട് താഴെ ഇൻഡെക്സിന് തൊട്ടപ്പുറമായിട്ട് കുറച്ച് ക്യൂബ്സ് നേരത്തെ ചെയ്യുന്നുണ്ടോ, ജസ്റ്റ് അതായത് ക്ലിക്ക് ചെയ്യുക. അതായത് ഫംഗ്ഷൻ, അതായത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മെയിനായിട്ട് ടീം, ഫീഡ്ബാക്ക്, ഇൻട്രൊഡക്ഷൻ, ഡെവലപ്പ്, വൈറ്റ് പേപ്പർ, ഈതൻ ആൻഡ് USDT, P2P, വാട്ട് ആഡ് എന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് ഓപ്ഷനുകളുണ്ട്. പിന്നെ ഇതിനകത്ത് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും കോയിൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഫസ്റ്റ് 1, സെക്കൻഡ്, അങ്ങനെ കുറച്ച് ഓരോരുത്തരുടെ റാങ്ക് ലിസ്റ്റാണ് ഇവിടെ കിടക്കുന്നത് ആദ്യത്തെ. അപ്പോൾ നമ്മൾ ടീമിൽ പോയി കഴിയുമ്പം ഇവിടെ ഇൻവൈറ്റ് ഫ്രണ്ട്സ്, ടോട്ടൽ നമ്പർ ഓഫ് ടീമേറ്റ്സ്, നമ്മൾ ഇൻവൈറ്റ് ചെയ്തവരുടെ വാലിഡ് നമ്പർ ഓഫ് ഇൻവൈറ്റ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും നമ്മൾ എത്ര പേര് നമ്മൾ ഓൺലൈൻ നമ്മുടെ മെമ്പേഴ്സ്, ഞാൻ ഇൻവൈറ്റ് ചെയ്ത എൻ്റെ ടീംസ് എത്ര പേര് അങ്ങനെ കിടപ്പുണ്ട് നമുക്ക് കാണാൻ പറ്റും, ഓപ്ഷൻ കാണാൻ പറ്റും. ഇപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗോ നൗ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ നമുക്കിവിടെ നമ്മൾ ഇൻവൈറ്റ് യുവർ കോൺടാക്ട്സ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു QR കോഡ്, പിന്നെ കോപ്പി ലിങ്ക്, പിന്നെ ഇൻവൈറ്റ് എ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടപ്പുണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ QR കോഡ് സ്കാൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് നേരിട്ട് ഈ ബോട്ടിൽ വരാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ലിങ്ക് ചെയ്ത് നമുക്ക് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ അതായത് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റയിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഞാൻ പറയുവാണ്, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇൻവൈറ്റ് ചെയ്യാൻ ഫ്രണ്ട് എന്ന് പറഞ്ഞൊക്കെയാൽ നമുക്ക് ടെലിഗ്രാമിൽ തന്നെയുള്ള നമുക്ക് ഫ്രണ്ട്സിനെ നമുക്ക് അങ്ങ് നേരിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്ക് അടിച്ചിട്ട് അപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഇൻട്രൊഡക്ഷനകത്ത് കയറി നമുക്ക് നോക്കാം എന്നാണ് കിടക്കുന്നതെന്ന്. അപ്പോൾ ഇൻട്രൊഡക്ഷനകത്ത് ഇങ്ങനെ കിടക്കുന്നത് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിനെ പറ്റിയുള്ളൊരു ഓവർവ്യൂവും അതിൻ്റെ ടാസ്കിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളും പിന്നെ റിവാർഡ് മെക്കാനിസം ഒക്കെ അങ്ങനെ ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സെക്യൂരിറ്റി ഗൈഡൻസും ഗ്യാരണ്ടിയും, എങ്ങനെയാണ് പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യുക, രജിസ്റ്റർ എങ്ങനെ അക്കൗണ്ട് ചെയ്യാം, ബൈൻഡ് ചെയ്യാം, അങ്ങനെ ഓരോ കാര്യം ഒരു ജസ്റ്റ് ഒരു മൊത്തത്തിൽ പറഞ്ഞ ഈ ബോട്ടിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ തന്നെയാണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. നമ്മളൊന്ന് ബാക്ക് അടിച്ചിട്ട് അടുത്ത രണ്ട് പോകും. അപ്പോൾ റൂട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ടൈം പീരീഡാണ് കിടക്കുന്നത്. അതായത് ജൂൺ 2024 മൈനിങ് സ്റ്റാർട്ട് ആയത്. അത് എക്സ്ചേഞ്ചിലിട്ട് വരാൻ പോകുന്നത് മെയ് 2025 ഇവർ പറഞ്ഞേക്കുന്നത്. പക്ഷേ ആ സമയത്തിനുള്ളിൽ വരാൻ ചാൻസ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഇതിൻ്റെ അടുത്തൊരു ഓപ്ഷനോട്ട് പോകാം. അതായത് അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ബൂസ്റ്റ് തന്നെ എല്ലാ മൈനിങ്സിനകത്തുള്ള പോലെ തന്നെ ബൂസ്റ്റ് ഇതിനകത്തും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് കിടക്കുന്നതെന്ന് നോക്കാം. അതിനകത്ത് SVIP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ടോ. ഈ ഓപ്ഷൻ്റെ അകത്ത് ഡെയിലി ഔട്ട്പുട്ടായിട്ട് 6000, അതായത് 6000 ഈതൻ ടോക്കൺസ് നമുക്ക് കിട്ടും. പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് 10 USDT കൊടുത്താലേ ഉള്ളൂ നമുക്ക് ഈ 6000 ഈതൻ ടോക്കൺസ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം മനസ്സിലാക്കാമല്ലോ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലേ ഉള്ളൂ നമുക്ക് ഇതിനകത്തുനിന്ന് ഇത്രയും ടോക്കൺസ് കിട്ടാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. സംഭവമൊക്കെ ശരിയാണ്. എന്നാലും നമുക്ക് ഇതുപോലത്തെ ഓരോരോ ബോട്ട്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതല്ല,
നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനുള്ളതാണ് ഇങ്ങനത്തെ ഓരോരോ ബോട്ട്സ്. അപ്പം അടുത്തിടും. അപ്പം അപ്ഗ്രേഡ് എന്ന് പറഞ്ഞ വേറൊരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് തന്നെ. അപ്പം അപ്ഗ്രേഡിനകത്ത് ലെവൽ 1 to ലെവൽ 10 വരെ നമുക്ക് അതിനകത്ത് ഓരോ ലെവൽസ് ഉണ്ട്. അതിനകത്ത് 100 ഈതൻ ടോക്കൺസ് കൊടുക്കുവാണെങ്കിൽ 6 ഹവേഴ്സ് 4.17 ഈതൻ ടോക്കൺ പെർ ഹവർ ആയിട്ട് നമുക്ക് ഒരു ബോണസ് പോലെ കിട്ടുന്നതാണ്. അതുപോലെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞാൽ ഓരോത്തിനകത്തും ഓരോ ടോക്കൺസ്, അതായത് 300 ഈതൻ ടോക്കൺസ് കൊടുക്കുവാണെങ്കിൽ 7 പെർ ഹവർ വെച്ച് നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ ഒരു കണക്കില്ലാത്ത രീതിയിൽ എന്ന് വെച്ചാൽ സാധാരണ 100 അത് 200 ലെവൽ 2 200 അങ്ങനെയൊക്കെയാണ് പോകേണ്ടത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ 100, പിന്നെ 300, പിന്നെ 600, 1000, 1500, 2000 എന്നൊക്കെ 2100 എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ കണക്കാണ് പോയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് ഈതൻ ടോക്കണാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ USDT അല്ല. മറ്റേതിനകത്ത് പറയുന്നത് 10 USDT ആണ്. ഈ 10 USDT എന്ന് പറഞ്ഞാൽ മിനിമം നമ്മളൊരു 52,000 അതായത് 50,000 അത്രയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 6 USDT കിട്ടിയാലായി. നിങ്ങൾ നോക്കണം, 50,000 ഇതിൻ്റെ ഈ ടോക്കൺസ്, അതായത് ഈതൻ ടോക്കൺസ് കൊടുക്കുന്ന പറഞ്ഞാൽ 50,000 ടോക്കൺസിന് ഏകദേശം 7 USDT 6 USDT ഒക്കെ വരത്തുള്ളൂ. നിങ്ങൾക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല, നിങ്ങൾ കൊടുത്തോളൂ. ഞാൻ പറയുന്നത് വെച്ചാൽ കൊടുക്കാതിരിക്കാമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അപ്പം അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം അപ്ഗ്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അടുത്തത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബിങ്കോ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അതിനകത്ത് ഏകദേശം ലക്കി ഡ്രോ പോലെ തന്നെ ഒരെണ്ണമാണ്. അതായത് ഈ ഒരു ലക്കി വീലുണ്ട്. ഈ ലക്കി വീലിനകത്ത് 30, 0.00, 5.00, 10.0, 15.0, 20.00 എന്ന് പറഞ്ഞ് ഈ വീലിനകത്ത്, ഈ ലക്കി വീലിനകത്ത് കുറച്ച് ഈതൻ ടോക്കൺസ് കുഴപ്പമുണ്ട്. ഇതെങ്ങനെ കറക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബൈയോ അല്ലെങ്കിൽ ഗോയോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ലോട്ടറി ടൈംസ് പ്രൈസ് പർച്ചേസും പറഞ്ഞ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അതായത് ഒറ്റ റൗണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിന് നമ്മൾ 10 ഈതൻ ടോക്കൺസ് ആണ് നമ്മൾ ഈതൻ ടോക്കൺസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്താൽ എൻ്റെ 10 ഈതൻ ടോക്കൺസ് വെച്ച് ഞാൻ ഒരു റൊട്ടേഷൻ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ 5 ടൈംസ് റൊട്ടേറ്റ് ചെയ്യുന്നതിന് നമ്മൾ 50 ഈതൻ ടോക്കൺസ് നമ്മൾ കൊടുക്കണം. അങ്ങനെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. 30 എണ്ണം മേടിക്കുകയാണെങ്കിൽ 300 ഈതൻ ടോക്കൺ കിട്ടിയാലും നമുക്കത് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം, ഒന്ന് കറങ്ങി നോക്കാം. ലക്കില്ലായിരിക്കും മിക്കവാറും, നമുക്കങ്ങനെയാണ്. അപ്പം 10 മണ്ടേ കിട്ടിയിട്ട് കാര്യമുള്ളൂ. 10 കിട്ടിയിട്ടും കാര്യമില്ല, എന്നാലും നമുക്കൊരു 10 കിട്ടുകയാണെങ്കിൽ പോയ 10 നമുക്ക് തിരിച്ച് കിട്ടുന്ന ആശയം നമുക്ക് ഉണ്ടാവുമല്ലോ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ഗോയെ ക്ലിക്ക് ചെയ്ത് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വരുന്നുണ്ട്. നോക്കാം എല്ലാം കിട്ടുമെന്ന്. ആ 5.00 ഈതൻ ടോക്കൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടിയെന്ന് പറഞ്ഞാൽ 10 ഈതൻ ടോക്കൺ കൊടുത്തിട്ടാണ് എനിക്ക് ഈ 5 ഈതൻ ടോക്കൺ കിട്ടിയത്. കൊടുത്തതിൻ്റെ പകുതി പോയി, പകുതി കിട്ടി. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഉള്ളൂ ഏകദേശം മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. നമുക്കിതെങ്ങനെയാണ് 30 എന്നൊക്കെ പറഞ്ഞാൽ ഓരോന്നും കാണിക്കുന്നുള്ളതാണ്, എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ഇതൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അടുത്ത വാൾട്ടിട്ട് പോകുന്നതാണ്. അടുത്ത വാൾട്ടിൽ നമുക്ക് കാണാൻ പറ്റും എത്ര നമ്മുടെ ഈതൻ ടോക്കൺ നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 111.703428 എന്ന് പറഞ്ഞ ഇത്രയും ഈതൻ ടോക്കൺസ് USDT വാല്യൂ എന്ന് പറഞ്ഞത് 0.01170 USDT ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നേരത്തെ പറഞ്ഞാൽ 10 നിങ്ങൾക്ക് മനസ്സിലായില്ലോ, 10 USDT കൊടുക്കണമെങ്കിൽ എന്തോരം ടോക്കൺ ആകണമെന്നെങ്കിൽ ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, അപ്പോൾ ബില്ലിൽ നമ്മുടെ ട്രാൻസാക്ഷൻ റെക്കോർഡ്സ് ആണ് കിടക്കുന്നത്, നമ്മുടെ ഹിസ്റ്ററിയാണ് ബില്ലിൽ കിടക്കുന്നത്. നമ്മൾ എപ്പോഴൊക്കെ തുടങ്ങി, എന്ന് കിട്ടി, എത്രയൊക്കെ നമുക്ക് കോയിൻസ് നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മളവിടെ കിടക്കുന്നത്. അപ്പോൾ അതിനകത്ത് USDT എന്നും പറഞ്ഞാൽ നമ്മൾ USDT കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര USDT കോയിൻസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്. നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. അപ്പോൾ നമുക്കത് പോകാൻ നേരം സാധാരണ ഞാനിപ്പോൾ ഇതുവരെ USDT കൺവേർഷൻ നടത്തിയില്ലാതെ അതുകൊണ്ട് നോ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ അടുത്തോട്ട് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് അടുത്തൊരു റീചാർജ് നോക്കണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് വിഡ്രോയിലോട്ട് പോകും. വിഡ്രോയ്ക്കകത്ത് ഇപ്പോൾ USDT എനിക്കൊന്നുമില്ല, 0.00 USDT ആണ് നമുക്ക് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് വാൾട്ട് അഡ്രസ്സ് കൊടുത്തിട്ട് വേണം നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി. വാൾട്ട് അഡ്രസ്സ് കൊടുക്കാനായിട്ട് വാൾട്ട് അഡ്രസ്സ്, അതായത് നമ്മുടെ ബിനാൻസ്, ബൈബിറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ ഇതായിട്ട് ഇതൊന്ന് ബൈൻ ചെയ്തിട്ട് അഡ്രസ്സ് കൊടുത്തിട്ട് നമുക്ക് വിഡ്രോവൽ എമൗണ്ട് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ, അതായത് ഇപ്പം അതനുസരിച്ചുള്ള എമൗണ്ട് നമ്മൾ കൊടുത്തിട്ട് ഒന്ന് സാധാരണ ഇതുപോലെ വിഡ്രോ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ വിഡ്രോ ആയിട്ടുള്ള പ്രോസസ്സിങ് അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എങ്ങനെ നമുക്ക് വിഡ്രോ ചെയ്യാം എന്നുള്ള രീതി നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഓക്കെ, വിഡ്രോ ഫീസായിട്ട് 1 USDT ആണ് അവർ പിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേക്കിംഗ് ആണ്.
സ്റ്റേക്കിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡബ്ല്യു കോയിനകത്ത് ഉണ്ട സെയിം സാധനമാണ് സ്റ്റേക്കിങ്. അപ്പോൾ ഇതിനകത്ത് വരാൻ നേരത്ത് ഡബ്ല്യു കോയിനകത്ത് സ്റ്റേക്കിംഗ് എന്ന് പറയുന്നത് 3 to 14 days ആണ്. അതായത് 3 ദിവസത്തേക്ക് സ്റ്റേക്കിംഗ് ഉണ്ട്, 7 ദിവസത്തേക്ക് സ്റ്റേക്കിംഗ് ഉണ്ട്, 14 ദിവസത്തേക്ക് സ്റ്റേക്കിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിലാണ് എത്ര കോയിൻസ് നമുക്ക് കൊടുക്കാം, അതിനകത്തുള്ള എത്ര ടോക്കൺസ് നമുക്ക് എത്ര ടൈം പീരീഡിലേക്ക് ആക്കാം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അതായത് അതിനകത്ത് കുറച്ച് ഓപ്ഷൻ എന്ന് വെച്ചാൽ 25%, 50%, 70%, മാക്സിമം എത്രയാണോ അത്രയും പെർസെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ ഇഷ്ടത്തിലാണ്. ഇതിനകത്ത് എങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ സ്റ്റേക്കിംഗ് എന്ന് പറയുമ്പോൾ ഇതിന് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 106.7 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര നമ്മൾ പോയിട്ടുണ്ട്, ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണെന്ന് പറഞ്ഞ് 2 ഓപ്ഷൻ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റേക്കിംഗ് പാക്കേജും പറഞ്ഞിങ്ങനെ കുറച്ചാണ്. അതായത് ഡെയിലി ഇൻകത്തിനകത്ത് 0.2% നമുക്ക് ഇതുണ്ടാവും, പിന്നെ 0.3%, 0.5%. അതായത് ഡേറ്റ് എന്ന് പറയുന്നത് മറ്റതുപോലെ ചെറിയൊരു ടൈം പീരീഡ് അല്ല, 3 മാസമാണ്. അതായത് ഒരു മാസമാണ് ഫസ്റ്റ് കിടക്കുന്നതിന് ഒരു മാസമാണ്. 30 days, 90 days, 180 days എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനിഷ്യേറ്റ് ഫണ്ട്സും പറഞ്ഞ് കിടപ്പുണ്ട്. നമുക്കിതിനകത്ത് ഫണ്ട് എത്രയാണോ ഫണ്ട് എത്ര അടയ്ക്കാം. പക്ഷേ ഒരു ഒറ്റ കുഴപ്പമുള്ളൂ, ഇതിനകത്ത് ഫണ്ട് അടയ്ക്കണമെങ്കിൽ മിനിമം 10,000 നമ്മുടെ ടോക്കൺസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. അതായത് മിനിമം സ്റ്റേക്കിംഗ് ചെയ്യാൻ വേണ്ട ടോക്കൺ എന്ന് പറയുന്നത് 10,000 ടോക്കൺസ് ആണ് നമുക്ക് വേണ്ടത്. ഞാൻ എക്സാമ്പിൾ ഇപ്പോൾ 2 ടോക്കൺ നമ്മൾ കൺഫേം അടിച്ചാൽ കേട്ടോ, മിനിമം ഇൻപുട്ട് 10,000 എന്നും പറഞ്ഞ് വരുന്നുണ്ട്. 10,000 ആണ്, നല്ല സമയം എടുക്കും. കുഴപ്പമില്ല. മറ്റേ ലെവൽ വേണമെങ്കിൽ നമുക്ക് ഇതായി കഴിയുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് തൊട്ട് താഴെ കണ്ടോ 29 ദിവസം 10 മണിക്കൂർ 33 മിനിറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റിൽ ഡൗൺ കൗണ്ട് ഡൗൺ എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. ഒന്ന് ബാക്ക് അടിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈതൻ ടോക്കൺ എന്ന് പറഞ്ഞ ഒരു മൈനിങ് ബോട്ടിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ബാക്കി എൻ്റെ USDT കൺവേർഷൻ ചെയ്യുന്നതും വിഡ്രോ ചെയ്യുന്നതും എല്ലാം ആയിട്ട് അടുത്തൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടാം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ ചെന്ന് ക്ലിയർ ചെയ്ത് തരാം. അപ്പം ഈ മൈനിങ് ബോട്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കൂടെ തന്നെ എൻ്റെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ജസ്റ്റ് ഞാനത് ലിസ്റ്റിങ്ങും കാര്യങ്ങളും പിന്നെ ഓരോരോ മൈനിങ് ബോട്ടിൽ ലിങ്ക്സും കാര്യങ്ങളെല്ലാം നമ്മളത് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് വളരെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിരിക്കുക. ഓക്കെ, അപ്പം മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.